ഈ കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി നേരത്തെ തന്നെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED നോട്ടീസ് നൽകിയിരുന്നതാണ്. പക്ഷേ ഹാജരായില്ല. വീണ്ടും നോട്ടീസ് എന്നതാണ് വാർത്ത. MM വർഗീസിന് വീണ്ടും ED നോട്ടീസ് നൽകിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ തുടർ നടപടികൾ എന്ന് രാഗിൻ പറയും. രാഗിൻ, MM വർഗീസിന് തൃശൂരിലെ CPM ജില്ലാ സെക്രട്ടറിക്ക് വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എന്താണ് വിശദാംശങ്ങൾ? അതായത് തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ CPIM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് നോട്ടീസ് നൽകുന്നത്. നേരത്തെ ഹാജരാകേണ്ടതായിരുന്നു, പക്ഷേ അദ്ദേഹം ഹാജരായിരുന്നില്ല. അന്ന് നൽകിയ വിശദീകരണം 26-ന് ശേഷം ഹാജരാകാമെന്നായിരുന്നു. പക്ഷേ ആ വിശദീകരണം തള്ളിക്കൊണ്ട് ED പിറ്റേ ദിവസം ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അന്നും ഹാജരായില്ല. തുടർന്നാണ് ഇപ്പോൾ തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPM-ന് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് ED-യുടെ കണ്ടെത്തൽ. മാത്രമല്ല തൃശ്ശൂരിലെ മറ്റ് ബാങ്കുകളിലടക്കം ഏകദേശം 100 കണക്കിന് ഇത്തരത്തിലുള്ള രഹസ്യ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ED വിവക്ഷിക്കുന്നത് അതായത് ലോക്കൽ കമ്മിറ്റികൾക്കും ഒക്കെ നിയന്ത്രണമുള്ള അക്കൗണ്ടുകളാണ്. പക്ഷേ MM വർഗീസ് മുന്നോട്ട് വയ്ക്കുന്നത് ജില്ലാ കമ്മിറ്റിക്ക് നിയന്ത്രണമുള്ള അക്കൗണ്ടിനെ സംബന്ധിച്ചുള്ള കാര്യം മാത്രമാണ്. ഇതിലാണ് ചോദ്യം ചെയ്യൽ പ്രധാനമായും മുന്നേറുന്നത്. എന്തായാലും നേരത്തെ PK ബിജുവിനെ ചോദ്യം ചെയ്തിരുന്നു, അതോടൊപ്പം തന്നെ MK കണ്ണനെ ചോദ്യം ചെയ്തിരുന്നു, കൂടാതെ AC മൊയ്തീനെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. ഈ നേതാക്കളിലേക്ക് വീണ്ടും ED എത്തുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ MM വർഗീസിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. നേരത്തെ കരുവന്നൂരിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി അടക്കം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ് ED ഇത്തരത്തിൽ സമൻസ് നൽകുന്നത്. എന്തായാലും സമൻസ് നൽകിയിട്ട് ഹാജരാകുന്നില്ല. ഇത് തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് ED നോട്ടീസ് നൽകിയിരിക്കുകയാണ്.